പാലക്കാട് തൃത്താല വെള്ളിയാങ്കല്ല് തടയണയുടെ പുനരുദ്ധാരണ പ്രവർത്തികൾ പുരോഗമിക്കുന്നു. 33 കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് നവീകരണം. മഴക്കാലത്തിനു മുൻപ് പ്രവർത്തികൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമെന്ന് പദ്ധതി പ്രദേശം സന്ദർശിച്ച വി.ടി. ബൽറാം പറഞ്ഞു. വെള്ളിയാങ്കല്ല് റെഗുലേറ്ററിന്റെ ഇടതുവശത്തെ സംരക്ഷണ ഭിത്തി പ്രളയത്തിലാണ് തകർന്നത്. തുടർന്നാണ് പുനർനിർമ്മാണത്തിനായി 33.40 കോടി രൂപയുടെ അനുമതി ലഭിച്ചത്. മഴക്കാലത്തിനു മുൻപായി കോൺക്രീറ്റ് അടിത്തറ പ്രവൃത്തി പൂർത്തിയാക്കണമെന്നും ബാക്കി പ്രവർത്തനങ്ങളും സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്നും എം.എൽ.എ. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. യജ്ഞേശ്വരം ക്ഷേത്രത്തിലെ ബലിയിടൽ കർമ്മങ്ങൾക്കായി പുഴയിലേക്ക് ഇറങ്ങുന്നതിനുള്ള പടിക്കെട്ടുകളുടെ നിർമ്മാണവും പരിഗണിക്കണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. 2020-ൽ തന്റെ കാലഘട്ടത്തിലാണ് പദ്ധതിക്ക് ഫണ്ട് അനുവദിച്ചതെന്നും തുടർന്ന് 5 വർഷത്തോളം പ്രവർത്തികൾ നിലച്ചുകിടക്കുന്ന ശേഷം ഇപ്പോഴാണ് അവസാനഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചതെന്നും വി.ടി. ബൽറാം പറഞ്ഞു. പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തുന്നതിനാണ് തൃത്താല എം.എൽ.എ. വി.ടി. ബൽറാം സന്ദർശനം നടത്തിയത്. നമ്മുടെ വെള്ളിയാങ്കല്ല് റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ റീറ്റെയിനിങ് വാള് തകർന്നിട്ട് ഏതാണ്ട് 6 വർഷമായി. ഞാൻ നേരത്തെ എം.എൽ.എ. ആയിരിക്കുമ്പോഴാണ് അതിനുവേണ്ടി 1 കോടി രൂപ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പ്രത്യേകമായി അനുവദിപ്പിച്ചത്. പക്ഷേ കഴിഞ്ഞ 5 വർഷമായിട്ട് ആ പ്രവൃത്തി നടന്നിട്ടില്ല എന്നുള്ള ദുഃഖകരമായിട്ടുള്ള അവസ്ഥയാണുള്ളത്. പല സാങ്കേതിക കാരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതുവരെയായിട്ട് ആ പണി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഈ യജ്ഞേശ്വരം ക്ഷേത്രത്തിൻ്റെ ഊട്ടുപുരയടക്കം മണ്ണിടിഞ്ഞ് പോയി അപകടസ്ഥിതിയിലാവുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഈ റീറ്റെയിനിങ് വാൾ പ്രവൃത്തി പൂർത്തീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള അജണ്ട. അതിനുവേണ്ടി ഞാനിന്ന് ഇറിഗേഷൻ വകുപ്പിലെ ഉദ്യോഗസ്ഥരും കോൺട്രാക്ടറും മറ്റ് ജനപ്രതിനിധികളുമായിട്ട് ഇവിടെ സ്ഥലം നേരിട്ട് സന്ദർശിക്കാൻ വേണ്ടി വന്നതാണ്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഹരിത, അതുപോലെ തന്നെ ഇതിൻ്റെ വർക്ക് എടുത്തിട്ടുള്ള അടുത്ത കാലത്താണ് അദ്ദേഹം വർക്ക് എടുത്തത് ശ്രീ ഇബ്രാഹിംകുട്ടി, അതുപോലെയുള്ള മറ്റു ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. റിംഗ് ബണ്ട് നിർമ്മാണം, സംരക്ഷണ ഭിത്തിയുടെ പുനർനിർമ്മാണം, കോൺക്രീറ്റ് അടിത്തറ പുനരുദ്ധാരണം എന്നിവയാണ് വെള്ളിയാങ്കല്ല് റെഗുലേറ്ററിൽ നടന്നുവരുന്നത്. മഹാപ്രളയത്തിൽ യജ്ഞേശ്വരം ക്ഷേത്രത്തിന് സമീപമുള്ള 50 മീറ്ററോളം സംരക്ഷണ ഭിത്തി പുഴയിലേക്ക് ഇടിഞ്ഞു വീണു. തുടർന്നുള്ള മഴയിലും 2019-ലെ പ്രളയത്തിലും കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. മുൻപ് ലക്ഷങ്ങൾ ചിലവഴിച്ച് മണൽച്ചാക്കുകൾ ഉപയോഗിച്ചായിരുന്നു താൽക്കാലിക ഭിത്തി നിർമ്മിച്ചിരുന്നത്. ഓരോ മഴക്കാലത്തും ഇത് തകരുന്നത് പതിവായതോടെ സ്ഥിരം സംവിധാനത്തിനായി നാട്ടുകാർ പ്രതിഷേധത്തിലായിരുന്നു. ഇതേ തുടർന്നാണ് ശാശ്വത പരിഹാരം കാണുന്നതിന് സംരക്ഷണ ഭിത്തി പുനർനിർമ്മാണം നടത്തുന്നത്. ഈ ചാനൽ ന്യൂസ് തൃത്താല. 15 വർഷങ്ങളായി ഈ തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു. 15 വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു. 15 വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ്. ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.